അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മദ്രസ പരീക്ഷയ്ക്കൊരുങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് എളുപ്പമാവാൻ വേണ്ടി 10ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ ചോദ്യപേപ്പർ ആൻസർ ചെയ്യുന്നു. അതോടൊപ്പം പ്രധാനപ്പെട്ട ഭാഗങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം. നൂസിൽ ബിൽ മുനാസിബി യോജിച്ചത് ചേർക്കാനാണ്. ബ്രാക്കറ്റിൽ ആൻസർ കൊടുത്തിട്ടുണ്ട്. തുർഫഉ ബി സുബൂത്തിൻ നൂനി, അർ റഫ്ഉ വൻ നസ്ബു, അൽ ജസ്മു, അൽ ജർറു, അൽ ഹുറൂഫു, യുൻസബു വൈജറു ബിയാഇൻ, യുൻസബു വൈജറു ബി കസ്റത്തിൻ. ആദ്യം ബ്രാക്കറ്റ് മുഴുവൻ 1-2 പ്രാവശ്യം വായിക്കണം. എന്നിട്ട് ചോദ്യം 1, മുഖ്തസും ബിൽ അസ്മായി, ഇസ്മുകളെ കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ടത് ഏതാണ്? ജറാൻ. 2, മുഖ്തസും ബിൽ അഫ്ആലി, ഫീലുകളെ കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ടത് ജസ്മാണ്. പിന്നെ യദ്ഖുലാനി ഫിൽ അസ്മായി വൽ അഫ്ആലി, ഇസ്മുകളിലും ഫീലുകളിലും പ്രവേശിക്കുന്ന 2 എണ്ണം. അത് അറഫു വൻ നസ്ബു. ഇത് ഇസ്മിലുണ്ടാവും ഫീലിലുണ്ടാവും. എന്നാൽ ജസ്മ് ഫീലിൻ്റെ പ്രത്യേകതയും ജറ് ഇസ്മിൻ്റെ പ്രത്യേകതയുമാണ്. 4, കുല്ലുഹ മബനിയത്തുൻ, എല്ലാം മബനിയാണ്. അതേതാണ്? അൽ ഹുറൂഫു, ഹർഫുകൾ. പിന്നെ അൽ അംസിലത്തുൽ ഹംസ, അംസിലത്തുൽ ഹംസൻ്റെ ഇറാബ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. തുർഫഉ ബി സുബൂത്തുൻ നൂനി, നൂന് സ്ഥിരപ്പെടുത്തൽ കൊണ്ട് റഫ്ഉം, വ തുൻസബു വ തുജ്സമു ബി ഹദ്ഫിഹ, നൂനെ കളയൽ കൊണ്ട് നസ്ബും ജസ്മും. ഇവിടെ ബ്രാക്കറ്റിലുള്ളത് തുർഫഉ ബി സുബൂത്തുൻ നൂനി, അപ്പോൾ അത് മുഴുവൻ ഇറാബുകളും പഠിക്കണം. പിന്നെ അൽ ജമ്മു മുഅന്നസ് സാലിം, ജമ്മു മുഅന്നസ് സാലിമിൻ്റെ ഇറാബ് യുൻസബു വ യുജറു ബിൽ കസ്റത്തി, കസ്റത്ത് കൊണ്ടാണ് നസ്ബും ജറും. പിന്നെ ജമ്മു മുദക്കർ സാലിം, ഓപ്ഷനിലുള്ളത് യുൻസബു വ യുജറു ബിയാഇൻ. ജമ്മു മുദക്കർ സാലിമിൻ്റെ ഇറാബ് നമ്മൾ പഠിച്ചു. യുർഫഉ ബി വാവിൻ, വാവ് കൊണ്ടാണ് റഫ്. വ യുൻസബു വ യുജറു ബിയാഇൻ, യാ കൊണ്ടാണ് നസ്ബും ജറും. അപ്പോൾ ആ ഇറാബുകൾ മുഴുവനും പഠിച്ചു വെച്ചാലേ ഇത് ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ നുക്കമ്മിലുൽ ജദ്വല, ആ കള്ളി പൂർത്തിയാക്കാനാണ്. അസ്മാഉ സിത്ത 6 നമ്മൾ പഠിച്ചു. അതിൽ അബൂക്ക എന്നുള്ളത് ഫസ്റ്റ് കള്ളിയിലുണ്ട്. പിന്നെ ദൂ മാലിൻ അവസാനത്തെ കള്ളിയിലുണ്ട്. അപ്പോൾ അബൂക്ക, അഹൂക്ക, ഹനൂക്ക, ഹമൂക്ക, ഫൂക്ക, ദൂ മാലിൻ പിന്നെ അതിലുണ്ട്. പിന്നെ അംസിലത്തുൽ ഹംസ, എഫ് അലാനി തഫലാനി ഇതിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി എഴുതുക. എഫ് അലാനി, എഫ് അലൂന, തഫ് അലാനി, തഫ് അലീന, തഫ് അലൂന. പിന്നെ അടുത്തത് നുബയ്യിനു ബിൽ അറബിയ, അറബിയിൽ വ്യക്തമാക്കാനാണ്. അൽ മുറബു, മുറബ് എന്താണ്? മാ തഗയ്യുറ ആഖിറുഹു ബി തഗയ്യുരിൽ അവാമിലി യുസമ്മ മുറബൻ. ആമിൽ മാറ്റം വരൽ കൊണ്ട് അവസാനം മാറ്റം വരുന്നതാണ് മോറബ്. പിന്നെ അൽ മബനിയു, മാല യതഗയ്യറു ആഖിറുഹു ബി തഗയ്യുരിൽ അവാമിലി, ആമിലുകൾ മാറ്റം വരൽ കൊണ്ട് അവസാനം മാറ്റം വരാത്തതാണ് മബനി. പിന്നെ അടുത്തത് 3ാമത്തത് അൽ ഫായിലു, ഫായിലർ എന്താണ്? ഇസ്മുൻ ഉസ്നിദ ഇലൈഹി ഫീലുൻ മുഖദ്ദമുൻ. അൽ ഇസ്മു മിൻഹുൻ മോറബുൻ വ മബിനി, അതിൻ്റെ ബാക്കി പൂരിപ്പിക്കാനാണ്. അൽ ഇസ്മു മിൻഹു മോറബുൻ വ മബിനി ലിഷബഹിം മിനൽ ഹുറൂഫി മുദിനി. പിന്നെ 2, അൽ ഫായിലുല്ലദി ഇലൈഹി ഉസ്നിദ ഫിഅലുൻ മുഖദ്ദമുൻ അലൈഹി അബദ. പിന്നെ യനൂബു മഫ്ഊലുൻ ബിഹി അൻ ഫായിലി ഫിമാലഹു കാനീല ഖൈറുനായിലി എന്നതുപോലെ ബാക്കിയുള്ള പാഠം 6 പാഠം നമുക്ക് ഈ പരീക്ഷയ്ക്ക് പഠിക്കാനുണ്ട്. അലാമത്തുൽ ഫീലിൽ മുഅദ്ദ അൻ തസിൽ ഹാ ഗൈരി മസ്തരിൻ ബിഹി നഹ്വു അമിൽ. പിന്നെ 5ാമത്തെ പാഠത്തിൽ ഇത്ബാഉ ഫിൽ ഇറാബിൽ അസ്മാ അൽ ഉവൽ നഅതും വ തൗകീദുൻ വ അത്ഫുൻ വ ബദൽ. പിന്നെ 6ാമത്തെ പാഠത്തിലൊന്നുണ്ട് നാതാനി തൗകീദാനി കുല്ലു ബാദലിൻ അത്ഫാനി ഫിൽ ഇറാബി മിസ്ലുൽ അവ്വലി. അപ്പോൾ അതും കൂടെ പഠിച്ചു വെക്കുക. പിന്നെ നജ്അലിൽ അഫ്ആലിൽ ആത്തിയ മജ്ഹൂലത്തൻ
വഅ്തി ബിനായിബിൽ ഫായിലി കമാതറ. ഫീലിനെ മജ്ഹൂലാക്കണം. പിന്നെ നായിബ് ഫായിൽ കൊണ്ട് ഉദാഹരണത്തിൽ കണ്ടതുപോലെ എഴുതുകയും വേണം. ഖത്തല മജ്ഹൂൽ കുത്തില എന്ന് കൊടുത്തിട്ടുണ്ട്. കുത്തിലൽ അസ്കരിയു. നസറ മജ്ഹൂൽ നുസിറ. നുസിറൽ ഫക്കീറു എന്ന് കൊടുക്കാം. യഅ്മുറു മേലെ പറഞ്ഞ രണ്ട് മാദിയാണ്, ഖത്തല കുത്തില നസറ നുസിറ. അടുത്ത് മാറും യഅ്മുറു മുളാരിയാണ്. അപ്പോൾ യുഅ്മറു മുളാരിയുടെ അക്ഷരത്തിന് ലമ്മും അവസാനത്തിന് മുമ്പ് ഫതഹും കൊടുക്കണം. യുഅ്മറു. ലബിസ ലുബിസ. യുഅ്മറുൽ ഔലാദു എന്ന് കൊടുക്കാം. ലുബിസൽ ഖമീസു എന്നൊക്കെ കൊടുക്കാം. ഇനി നുജീബു ഉത്തരം എഴുതാനാണ്. കൈഫ യുജ്അലുൽ മുളാരി മജ്ഹൂലൻ. മുളാരിയെ മജ്ഹൂലാക്കൽ എങ്ങനെ എന്നാണ് ചോദ്യം. മുളാരിയെ മജ്ഹൂലാക്കൽ എങ്ങനെ? ബി ലമ്മി ഹർഫിൽ മുളാറാത്തി വ ഫത്ഹി മാ ഖബ്ലൽ ആഖിരി. മുളാറാത്തിൻ്റെ ഹർഫിനിക്ക് ലമ്മ് കൊടുക്കുകയും അവസാനത്തതിന് മുമ്പുള്ളതിന് ഫതഹ് കൊടുക്കുകയും ചെയ്യുക. യഫ് അലു അതിൻ്റെ മജ്ഹൂലിലേക്ക് വരുമ്പോൾ യുഫ് അലു. യൻസുറു യുൻസറു. അതേപോലെ കൈഫ യുജ്അലുൽ മാലി മജ്ഹൂലൻ. മാലിയെ മജ്ഹൂലാക്കൽ എങ്ങനെയെന്ന് ചോദിച്ചാൽ യുജ്അലുൽ ഫീലുൽ മാലി. മാലിയ ഫീലിന് മജ്ഹൂലാക്കപ്പെടും. ബി ലമ്മി അവ്വലിഹി തുടക്കത്തിലുള്ള അക്ഷരത്തിനിക്ക് ലമ്മ് കൊടുക്കുകയും വ കസ്രി മാ ഖബ്ലൽ ആഖിരി അവസാനത്തിന് മുമ്പ് കസ്ർ കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ ഫഅല ഫുഇല, നസറ നുസിറ, ജലസ ജുലിസ ആ രൂപത്തിലായിരിക്കും. ഇറാബുൽ മുസന്ന. മുസന്നൻ്റെ ഇറാബ് എന്തെന്നാണ് ചോദ്യം. യുർഫഉ ബിൽ അലിഫി. അലിഫ് കൊണ്ട് റഫ്. വയുൻസബു വയുജറു ബിൽ യാഇ. യാ കൊണ്ട് ജറും നസ്ബും. ഇതിൻ്റെ കൂടെ ഇറാബുകൾ ഏതെല്ലാം എന്ന് നമ്മൾ പഠിക്കണം കേട്ടോ. അൽ ഇറാബ് അർബഅത്തുൻ. ഇറാബ് 4 എണ്ണം ഉണ്ട്. റഫ്, നസ്ബ്, ജറ്, ജസ്മ്. ഇതൊക്കെ ഉസൂലിയായ അലാമത്തുകളാണ്. പിന്നെ ഫുറൂഇയായ അലാമത്തുകളാണ് അസ്മാഉ സിത്ത, മുസന്ന, ജമ്മു മുദക്കർ സാലിം, ജമ്മു മുഅന്നസ് സാലിം, ഗൈറു മുൻസരിഫ്, അംസലത്തുൽ ഖംസ. പിന്നെ പ്രധാനമായും മുതഅദ്ദി, ലാസിം അത് പഠിച്ചു വെക്കണം. അൽ ഫീലുല്ലദി യതഅദ്ദ ഇലാ മഫ്ഊലിൻ ബിഹി. മഫൂലിലേക്ക് വിട്ടുകിടക്കുന്ന ഫീല് യുഖാലഹു മുതഅദ്ദി, മുതഅദ്ദി എന്ന് പറയും. വൽ ഫീലുല്ലദി ലാ യതഅദ്ദ ഇലാ മഫൂലിൻ ബിഹി. മഫൂലിലേക്ക് വിട്ടുകിടക്കാത്ത ഫീലിനക്ക് യുഖാലഹു ലാസിം, ലാസിമും എന്ന് പറയും. തുലാസിയായ ഫീലിൻ്റെ ഐൻ ഫീല് ഇരട്ടിപ്പിക്കൽ കൊണ്ട്, അഥവാ ഫരിഹ അതിൻ്റെ ഐൻ ഫീല് റാ ഇരട്ടിപ്പിക്കുക, ഫറഹ എന്നതുപോലെ തുടക്കത്തിൽ ഹംസയെ പ്രവേശിപ്പിക്കൽ കൊണ്ട്, ജലസിൻ്റെ തുടക്കത്തിൽ ഹംസയെ പ്രവേശിപ്പിച്ചു അജ്ലസ. അപ്പോൾ സുലാസിയായ ഫീലിൻ്റെ ഐൻ ഫീൽ ഇരട്ടിപ്പിക്കൽ കൊണ്ടും തുടക്കത്തിൽ ഹംസയെ പ്രവേശിപ്പിക്കൽ കൊണ്ടും മുതഅദ്ദിയായി മാറും. ജറിൻ്റെ ഹർഫ് കൊണ്ട് യകൂനു കുല്ലു ഫീലിൻ മുതഅദ്ദിൻ, എല്ലാ ഫീലും മുതഅദ്ദിയാവും. ദഹബ ബി സയ്യാറത്തിൻ, ഇന്തലക ബിഹ എന്നൊക്കെ പറയും പോലെ. 2 മഫൂലിലേക്ക് വിട്ട് കിടക്കുന്ന ഫീലുകളുണ്ട്. സമ്മ പോലെ സമ്മൈതുഹു ഹമീദ. 3 മഫൂലിലേക്ക് വിട്ട് കിടക്കുന്ന ഫീലുകളുണ്ട്. അറ, അലമ, അംബ, നബ്ബ, അഖ്ബറ, ഖബ്ബറ എന്നൊക്കെ പോലെ. ഉദാഹരണം അരിനല്ലാഹ ജഹറത്തൻ, അലംതു ഖാലിദൻ, ഹമീദൻ, മുന്തലിക്ക. ഞാത്ത് മൻഊത്തിനോട് തുടരും എന്ത് വിഷയത്തിൽ? ഫിൽ ഇറാബി, ഇറാബിൻ്റെ വിഷയത്തിൽ. പിന്നെ ഒരു ചോദ്യം കൊടുത്തിട്ടുള്ളത് അറബിയാക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോയി 10 കൊല്ലം അവിടെ താമസിച്ചു. അത് അറബിയാക്കാനാണ്. ഹാജറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ മദീനത്തി വമകസ ഫീഹ 10 സിനീന. നുതർജിം പരിഭാഷപ്പെടുത്താനാണ്. മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഇൽമിൻ്റെ മജ്ലിസ് സ്വർഗത്തോപ്പിൽപ്പെട്ട
സ്റ്റോപ്പാകുന്നു. ഇൻഷാ അല്ലാഹ് നമ്മുടെ ലിസാനിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം ശ്രദ്ധയോടെ പഠിക്കുക. അല്ലാഹു തആല കൂടുതൽ പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. എല്ലായിടങ്ങളിലും ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. ബുദ്ധിമുട്ടില്ലെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തായിട്ടോ. എന്നാൽ ശരി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.